കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വീബീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാഴച്ചുണ്ടാണ്. അതിൻ്റെ തോരനാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് ചുണ്ടൊക്കെ തോരൻ വെക്കാം. കർക്കിടക മാസമല്ലേ, വയറ്റിനകത്തുള്ള അസുഖങ്ങളും വയറ്റിനകത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറും ചുണ്ടുതോരൻ കഴിച്ചാൽ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ അതിൻ്റെ പൊളിച്ച് എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ വെളുത്ത ഇത് കാണുന്നിടം വരെ പൊളിക്കണം. ഇതിൻ്റെ പുറമെ നമുക്ക് നല്ല വൃത്തിക്ക് കഴുകിക്കൊണ്ട് വന്നിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. വയറ്റിന് ഏറ്റവും നല്ല സാധനമാണ്. മുടിയെ നഖവോ കല്ലൊക്കെ വയറ്റിൽ കുഴൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊക്കോളും. ശകലം കയ്യിൽ വെളിച്ചെണ്ണ തൂത്തിട്ട് വേണം അരിയാൻ, അല്ലെ കയ്യെ കറ പറ്റും. നമ്മുടെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ തിരുമ്മി എടുക്കുക. അതിൻ്റെ നാര് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പുപൊടി ഇട്ടേക്കാം. ഉപ്പുപൊടി ഇട്ട് തിരുമ്മിയിട്ട് നമുക്കിങ്ങനെ തട്ടിപ്പൊത്തി വെക്കാം. ഇതല്ല ഇപ്പോൾ വരാനായില്ല, നാരൊന്നും ഇല്ലല്ലോ, കണ്ട ഇതല്ലേ. ചിലർ കാടിവെള്ളത്തിൽ ഇങ്ങനെ കഴുകി എടുക്കുന്ന കാണാം, പക്ഷെ ഞങ്ങളിങ്ങനെ ചെയ്യാറ്. ഇതാണ് നല്ലത്. നമ്മൾ കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ സത്തെല്ലാം പോവില്ലേ. ചുണ്ടിൻ്റെ കൂടെ ആയിട്ട് വേവിക്കാൻ വേണ്ടി പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത് കഴുകി നമുക്ക് അരപ്പിട്ട് വെക്കാം. ഇതിൻ്റെ കൂടെ ചെറുപയറിടും. ചെറുപയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പരിപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ആർക്കും ഈ ചുണ്ട് മാത്രമായിട്ട് വെക്കുന്ന ഇഷ്ടമല്ല. പരിപ്പ് ഇട്ടോ ചെറുപയറിട്ടോ വെക്കുന്ന ഇഷ്ടം. ചുണ്ടിന് വേണ്ട സാധനങ്ങൾ തോരൻ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്: കരിവേപ്പില, 2-3 വെളുത്തുള്ളി, പെരുംജീരകം, 3 പച്ചമുളക്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ചെറിയ ഉള്ളി, ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങ. നമുക്കിത് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ പരിപ്പ് കഴുകി അടുപ്പത്ത് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ. പരിപ്പ് വേവിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തോരനുണ്ടാക്കാം. നമുക്കിതിലോട്ട് എണ്ണ ഒഴിക്കാം. കുറച്ചെണ്ണ മതി, മുമ്പ് വല്ല ചോർത്ത് വെച്ചതല്ല. എണ്ണ മൂത്ത് കഴിഞ്ഞത്തേക്ക് നമുക്ക് കടുകിടാം. കരിയാപ്പില ഇടാം. ഇത് ചുണ്ടിടാം. ഇളക്കി കൊടുക്കും. അരപ്പിടാം. പരിപ്പിടാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അരപ്പും ഉപ്പും എല്ലാം ചെയ്ത് തട്ടിപ്പൊത്തി പരിപ്പും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ തീക്കകത്ത് ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ തോരനെല്ലാം റെഡിയായി. വെള്ളമായി എല്ലാം പറ്റി നല്ല പൊരി പോരാന്നുള്ളതായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ ചുണ്ടും പരിപ്പോടുള്ള തോരൻ ശരിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാ ചുണ്ടും ഒന്നും തോരൻ വെക്കാൻ കൊള്ളത്തില്ല. കണ്ടം വാഴയുടെ ചുണ്ടൊന്നും കൊള്ളത്തില്ല. ഏറ്റവും നല്ലത് പാളയംകുളം വാഴയും ഏത്തവാഴയും മൈസൂർ പൂവൻ വാഴയുടെ കൂമ്പ് നല്ലത്. അതാണ് ഏറ്റവും നല്ല തോരൻ വെക്കാൻ. കണ്ടം വാഴയുടെയൊക്കെ കൂമ്പ് കഴിക്കും.